ഹലോ നമസ്കാരം, എല്ലാവർക്കും ഹിസ്റ്റോറിയയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സൗത്ത് ഇന്ത്യയിലെ മൂവേന്ദർമാരെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തിണൈകൾ എന്താണെന്ന് പഠിച്ചു അല്ലേ? അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്ന നിലയിലുള്ള ഒരു ടോപ്പിക്കാണ് മൂവേന്ദർമാർ എന്ന് പറയുന്നത്. ഇനി ആരാണ് മൂവേന്ദർമാർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, വേന്ദൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജാവിന് അല്ലെങ്കിൽ ഒരു ഭരണാധികാരിക്ക് തുല്യമായിട്ടുള്ള ഒരു പദമാണ് വേന്ദൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു രാജവാഴ്ചയൊക്കെ ശക്തമാകുന്നതിന് മുമ്പുണ്ടായിട്ടുള്ള ഒരു മൂപ്പൻ വാഴ്ചയെ നമുക്ക് വേന്ദന്മാർ എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. ഇനി എന്തുകൊണ്ടാണ് മൂവേന്ദർമാർ എന്ന് വിളിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പ്രധാനമായിട്ടും ദക്ഷിണേന്ത്യയിൽ മൂന്ന് ഇത്തരത്തിലുള്ള വേന്ദന്മാരായിരുന്നു അധികാരം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ അധികാരം കൈയാളിയിട്ടുണ്ടായിരുന്നത്. അവര് ചേര രാജാക്കന്മാർ, ചോള രാജാക്കന്മാർ, പാണ്ഡ്യ രാജാക്കന്മാർ, ഇവരെയാണ് മൂവേന്ദർമാർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, വേന്ദന്മാർ വലിയ മൂപ്പന്മാരായിരുന്നു. ഇവർ ഒരു വലിയ പ്രദേശത്തിന്റെ നിയന്ത്രണം കൈയടക്കി വെച്ചിരുന്നവരായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, ചേര രാജാക്കന്മാർ, ചോള രാജാക്കന്മാർ, അതുപോലെ പാണ്ഡ്യ രാജാക്കന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവര് ഒരു വലിയ പ്രദേശത്തിന്റെ നിയന്ത്രണം കൈയടക്കി വെച്ചിരുന്ന ആൾക്കാരായിരുന്നു. കുറിഞ്ചി അതുപോലെ അതിന്റെ അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിലും ആധിപത്യം പുലർത്തിയിരുന്ന മൂന്ന് രാജവംശങ്ങളായിരുന്നു ചേര രാജാക്കന്മാർ, ചോള രാജാക്കന്മാർ, അതുപോലെ പാണ്ഡ്യ രാജാക്കന്മാർ എന്ന് പറയുന്നത്. പഴംതമിഴ് സാഹിത്യങ്ങളിൽ ഇവരെ മൂവേന്ദർ എന്നാണ് വിളിക്കുന്നത്. അതായത് നമുക്ക് ഈ ഒരു ദക്ഷിണേന്ത്യൻ സമൂഹത്തെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് അല്ലെങ്കിൽ പഠിക്കുന്നതിന് ഉതകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോഴ്സ് ആണ് പഴംതമിഴ് പാട്ടുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സംഘം കൃതികൾ. ഈ കൃതികളിൽ ഈ ചേര, ചോള, പാണ്ഡ്യ രാജാക്കന്മാരെ മൂവേന്ദന്മാർ എന്നാണ് വിളിക്കുന്നത്. ചേരന്മാരുടെ കേന്ദ്ര പ്രദേശം കരൂരും, ചോളന്മാരുടെ കേന്ദ്രം ഉറയൂറും, അതുപോലെ പാണ്ഡ്യന്മാരുടേത് മധുരയുമായിരുന്നു. ചേരന്മാരുടെ കേന്ദ്ര പ്രദേശം എന്ന് പറയുന്നത് കരൂര്, അത് കേരളവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ ചോളന്മാരുടേത് ഉറയൂറും പാണ്ഡ്യന്മാരുടേത് തമിഴ്നാട്ടിലെ മധുരയുമായിരുന്നു. മധ്യ കേരളത്തിലും തൊട്ടടുത്ത് കിടക്കുന്ന കൊങ്ങു പ്രദേശത്തും ചുരുങ്ങിയത് 2 ചേര കുടുംബങ്ങളെങ്കിലും ഉണ്ടായിരുന്നു എന്ന് പതിറ്റിപ്പത്തിൽ വിവരം നൽകുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാനുണ്ട്. അതായത് ആദ്യ ചേരൻ രാജാക്കന്മാരും പിൻകാല ചേര രാജാക്കന്മാർ എന്ന് പറഞ്ഞിട്ട് 2 തരത്തിലുള്ള ചേര കുടുംബങ്ങൾ മധ്യ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതിനുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത് പതിറ്റിപ്പത്ത് എന്ന് പറയുന്ന ഒരു സംഘം കൃതിയിൽ നിന്നാണ്. അവയ്ക്ക് കേരളത്തിലെ മുച്ചിരിയും തമിഴ്നാട്ടിലെ കരൂരിലും 2 കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. ചേര രാജാവായിട്ടുള്ള നെടും ചേർലാതൻ സമുദ്രം കടന്ന് ഒരു ദ്വീപ് കീഴടക്കിയതായി കണക്കാക്കുന്നുണ്ട്. ചേൽക്കോഴിക്കൊട്ടുവൻ കൊങ്ങുദേശം കീഴടക്കിയെന്നും നാർമുടി ചേരൽ ഏഴുമല നന്നനുമായി ഏറ്റുമുട്ടിയെന്നും പറയുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന രാജാക്കന്മാർ, അതായത് നെടും ചേർലാതൻ, ചേൽക്കോഴിക്കൊട്ടുവൻ, അതുപോലെ നാർമുടി ചേരൽ, ഇവരെല്ലാം മധ്യ കേരളത്തിലെ മുച്ചിരി ആസ്ഥാനമായി ഉണ്ടായിരുന്ന ചേര സാമ്രാജ്യത്തിലെ രാജാക്കന്മാരായിരുന്നു. ആരൊക്കെ? നെടും ചേർലാതൻ എന്ന് പറയുന്ന അദ്ദേഹം സമുദ്രം കടന്ന് ഒരു ദ്വീപ് കീഴടക്കിയതായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ചേൽക്കോഴിക്കൊട്ടുവൻ അദ്ദേഹം കൊങ്ങുദേശം കീഴടക്കിയതായിട്ട് പറയുന്നുണ്ട്. അതുപോലെ നാർമുടി ചേരൽ, ഏഴുമല എന്ന് പറയുന്ന ഇന്നത്തെ കണ്ണൂരിനടുത്തുള്ള ഒരു സ്ഥലമാണ്. അവിടുത്തെ നന്നൻ എന്ന് പറയുന്ന രാജാവിനെ നാർമുടി ചേരൽ പരാജയപ്പെടുത്തിയതായിട്ടും ഈ പതിറ്റിപ്പത്തിൽ പരാമർശമുണ്ട്. മറ്റൊരു ചേര രാജാവാണ് ചെങ്കുട്ടുവൻ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ചില നേട്ടങ്ങളെ കുറിച്ചും പതിറ്റിപ്പത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഉത്തരേന്ത്യയിലേക്ക് ആക്രമണം നയിച്ച ഒരു മികച്ച യോദ്ധാവായി ചെങ്കുത്തുവനെ ചിലപ്പതികാരത്തിൽ പറയുന്നുണ്ട്. ആടുകൊട്ടുപാട്ടു ചേരൽ ചോള രാജാവായിട്ടുള്ള കരികാല ചോളനുമായി യുദ്ധം നടത്തിയെന്നും ഏത് കൃതികളിൽ പറയുന്നുണ്ട്? പതിറ്റിപ്പത്ത്, അതുപോലെ ചിലപ്പതികാരം തുടങ്ങിയ കൃതികളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവരെ കുറിച്ചൊക്കെ നമുക്ക് വിവരം ലഭിക്കുന്നത് ഈ സംഘം കൃതികളിൽ നിന്നാണ്. ഇങ്ങനെ രാജാക്കന്മാർ ചേരന്മാർ എന്ന പേരിൽ കേരളത്തിൽ ഭരണം നടത്തിയിരുന്നു എന്നതിനെ കുറിച്ച് നമുക്ക് തെളിവ് ലഭിക്കുന്നത് സംഘം കൃതികളിൽ നിന്നാണ്. ചോള രാജാക്കന്മാർക്ക് 2 രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. ഒരെണ്ണം ഉറയൂരിലും മറ്റൊന്ന് പുകാറിലുമായിരുന്നു. പുകാർ അല്ലെങ്കിൽ കാവേരി പട്ടണം എന്നുമാണ് ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത്. ഇവിടെ ഒരേ സമയം 2 പരമ്പരകൾ ഭരണം നടത്തിയിരുന്നു. പല പാട്ടിലും ഇവർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായതായിട്ടും പറയപ്പെടുന്നുണ്ട്. കാവേരി പട്ടണം ചരക്കുകളും വിദേശ സ്വദേശ വ്യാപാരത്തിലും സമൃദ്ധമായിട്ടുള്ള ഒരു കേന്ദ്രമായിരുന്നു. അതൊരു പോർട്ട് സിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു തുറമുഖമായിരുന്നു കാവേരി പട്ടണം എന്ന് പറയുന്നത്. അപ്പൊ ചോള രാജാക്കന്മാർ എന്ന് പറയുന്നത് ഉറയൂർ, അതുപോലെ പുകാർ അല്ലെങ്കിൽ കാവേരി പട്ടണം കേന്ദ്രമാക്കിയിട്ട് ഭരണം നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു വിഭാഗമായിരുന്നു. ഇവർക്കും നേരത്തെ ചേര രാജാക്കന്മാരെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ 2 പരമ്പരകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇവർ തമ്മിൽ പരസ്പരം അധികാരത്തിന് വേണ്ടി പോരാട്ടങ്ങൾ നടന്നതായിട്ടും ഈ കൃതികളിൽ പരാമർശം കാണാം. ഇനി ഈ കാവേരി പട്ടണം എന്ന് പറയുന്നത് തന്നെ വ്യാപാരത്തിനും അതുപോലെ മറ്റു കാര്യങ്ങളിലുമെല്ലാം തന്നെ വളരെ സമൃദ്ധമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്.
ഇനി പാണ്ഡ്യന്മാരെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ താമരപർണി അഥവാ വൈഗാ താഴ്വരകളിലാണ് പാണ്ഡ്യന്മാരുടെ രാജ്യം. ഇവരുടെ തലസ്ഥാനം എന്ന് പറയുന്നത് മധുരയായിരുന്നു. താമരപർണി അല്ലെങ്കിൽ വൈഗാ താഴ്വര എന്ന് പറയുന്നത് ഇന്നത്തെ തമിഴ്നാട് റീജിയൻ ആണ്. ഇവരുടെ തലസ്ഥാനം എന്ന് പറയുന്നത് മധുരയാണ്. നെടുംചൊഴിയൻ, പെരുവഴുതി എന്നീ 2 രാജാക്കന്മാരെ കുറിച്ച് മാത്രമാണ് സംഘം കൃതികളിൽ നമുക്ക് തെളിവ് ലഭിക്കുന്നത്. അപ്പൊ പാണ്ഡ്യ രാജാക്കന്മാരായിട്ടുള്ള 2 പേരെ കുറിച്ച് മാത്രമാണ് നമുക്ക് സംഘം കൃതികളിൽ നിന്ന് ലഭിക്കുന്ന തെളിവുകൾ എന്ന് പറയുന്നത്. അത് നെടുംചൊഴിയനും അതുപോലെ പെരുവഴുതി എന്ന് പറയുന്ന 2 രാജാക്കന്മാരാണ്. ഓക്കെ, അപ്പൊ ഇതാണ് മൂവേന്തർമാർ എന്ന് പറയുന്നത്. ആരൊക്കെയാണ്? ചേരന്മാര്, ചോളന്മാര്, പാണ്ഡ്യന്മാർ. ഈ 3 പേരെയും ചേർത്താണ് മൂവേന്തർമാർ എന്ന് പറയുന്നത്. ഇനി പിൻകാലത്ത് ഇവരുടെ രാഷ്ട്രീയ ക്രമം എങ്ങനെയായിരുന്നു എന്നതിനെ സംബന്ധിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. തമിഴകത്തെ മൂപ്പൻ വാഴ്ചയെക്കുറിച്ച് വിവരം ലഭിക്കുന്നത് പഴംതമിഴ് സാഹിത്യങ്ങളിൽ നിന്നാണ്. അതുപോലെ തന്നെ പ്ലിനിയുടെ നാച്ചുറൽ ഹിസ്റ്ററി, അതുപോലെ പെരിപ്ലസ് ഓഫ് എർത്രിയൻ സീ എന്നീ കൃതികളിൽ നിന്ന് ചേര, ചോള രാജാക്കന്മാരെ കുറിച്ച് പരാമർശമുണ്ട്. തമിഴ് ബ്രാഹ്മി ലിപിയിലുള്ള ചില നാണയങ്ങളിലും ഈ രാജാക്കന്മാരെ കുറിച്ചുള്ള പരാമർശം കാണാനായിട്ട് സാധിക്കും. ഏതൊക്കെയാണ്? ഒന്നാമതായിട്ട് നമുക്ക് ഈ മൂവേന്തർമാരെ കുറിച്ച് തെളിവ് ലഭിക്കുന്നത് പഴംതമിഴ് സാഹിത്യങ്ങളിൽ നിന്നാണ്, അഥവാ സംഘം കൃതികൾ. രണ്ടാമതായിട്ട് ആ കാലഘട്ടത്തിൽ കേരളം സന്ദർശിച്ചിട്ടുള്ള വിദേശ സഞ്ചാരികൾ, അതായത് പ്ലിനിയുടെ നാച്ചുറൽ ഹിസ്റ്ററി, അതുപോലെ പെരിപ്ലസ് ഓഫ് എർത്രിയൻ സീ തുടങ്ങിയ കൃതികളിൽ നിന്ന് ഈ രാജാക്കന്മാരെ കുറിച്ചുള്ള പരാമർശമുണ്ട്. അതുപോലെ തന്നെ തമിഴ് ബ്രാഹ്മി ലിപികളിലുള്ള ചില നാണയങ്ങളിലും ഈ രാജാക്കന്മാരുടെ പേരുകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആദ്യകാല തിണകളിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള രാഷ്ട്രങ്ങളായിരിക്കാം ഈ ചേര സാമ്രാജ്യവും അതുപോലെ ചോള സാമ്രാജ്യവും എന്നൊക്കെ ചരിത്രകാരന്മാർ കണക്കാക്കുന്നു. അതുപോലെ ഓരോ രാജാക്കന്മാരുടെയും അധികാര പരിധി ഒരു കുന്നിൻ പ്രദേശമാണ്. അതിനുശേഷം തൊട്ടടുത്തത് വേറെ രാജാവിന്റെ അധീനതയിലുള്ളത്. ഇങ്ങനെ തമിഴ് ബ്രാഹ്മി ലിഖിതങ്ങളിൽ ഇവരെ കോ എന്നാണ് വിളിക്കുന്നത്. രാജാവ് എന്ന പദത്തിന് പകരം കോ എന്നാണ് സൂചിപ്പിക്കുന്നത്. ഓരോ വേന്തനും നദീതീരങ്ങളിലെ ഫലഭൂഷ്ടമായ പ്രദേശങ്ങളെയാണ് നിയന്ത്രിച്ചിരുന്നത്. ചോളന്മാർ കാവേരി നദിക്ക് ചുറ്റുമുള്ള വിശാലമായ പ്രദേശത്തിന്റെ അധിപന്മാരായിരുന്നു. 3 വേന്തന്മാർക്കും ചില പ്രത്യേക രാഷ്ട്രീയ ചിഹ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ചോളന്മാരുടേത് കടുവയായിരുന്നു. അവരുടെ ഒരു രാജകീയ ചിഹ്നം എന്ന് പറയുന്നത് കടുവയാണ് ചോളന്മാരുടേത്. ചേരന്മാരുടേത് വില്ലും പാണ്ഡ്യന്മാരുടേത് മീനുമായിരുന്നു. ഇവർ കൃഷി വ്യാപിപ്പിക്കുന്നതിനും അതുപോലെ ജലസംഭരണികൾ നിർമ്മിക്കുന്നതിനും സഹായങ്ങൾ നൽകി എന്ന് നമുക്ക് ചില ലിഖിതങ്ങളിൽ നിന്നും തെളിവുകൾ ലഭിക്കുന്നുണ്ട്. ചേരന്മാർക്ക് മുച്ചിരി, പാണ്ഡ്യന്മാർക്ക് കോർക്കെ എന്നീ തുറമുഖങ്ങൾ ഉണ്ടായിരുന്നു. ഇതെന്തിനു സഹായിച്ചിട്ടുണ്ടാവാം? വിദേശ വ്യാപാരങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നതിന് സഹായിച്ചിട്ടുണ്ടാവും. എന്നാൽ തമിഴകത്തെ രാജാക്കന്മാർ വളരെ കുറച്ച് നാണയങ്ങൾ മാത്രമാണ് അച്ചടിച്ചിറക്കിയത്. അതുകൊണ്ട് തന്നെ ഇവരെ കുറിച്ചുള്ള നാണയങ്ങളിൽ നിന്നുള്ള വിവരണങ്ങൾ നമുക്ക് വളരെ കുറവാണ്. ഈ 3 രാജ്യങ്ങളിലും ഒരു രാഷ്ട്രത്തിന്റെ സ്വഭാവം കാണിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ ചരിത്രകാരന്മാർക്കിടയിൽ ഇന്നും സംവാദം നിലനിൽക്കുന്നുണ്ട്. കാരണം ഇതൊരു മൂപ്പൻ വാഴ്ചയായിരുന്നു എന്നാണ് മിക്ക ചരിത്രകാരന്മാരും കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് ശ്രമിച്ചത് ആരാണ് മൂവേന്തന്മാർ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട മൂവേന്തന്മാർ ആരൊക്കെയായിരുന്നു? ചേര രാജാക്കന്മാർ, ചോള രാജാക്കന്മാർ, അതുപോലെ പാണ്ഡ്യ രാജാക്കന്മാർ. ഇവരുടെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ ഏതായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് ശ്രമിച്ചത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.